ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് ഷവേഴ്സ് ആണ്, ഡൈവേർട്ടേഴ്സ് ആണ്. അപ്പോൾ ഷവേഴ്സും ഡൈവേർട്ടേഴ്സിനെ കുറിച്ചും എന്തുവാണ് പുതുതായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതാണ് പുതിയത് പറയാനുള്ളത്. വീട്ടിലേക്ക് ഡൈവേർട്ടേഴ്സും ഷവേഴ്സും മേടിക്കുന്ന സമയത്ത് പല കസ്റ്റമേഴ്സും ഇത് വർക്ക് ആവുമ്പം ഇതിന്റെ എക്സ്പീരിയൻസ് അവർ വിചാരിക്കുന്ന എക്സ്പീരിയൻസ് ഇതിലൂടെ കിട്ടുമോ എന്ന് പല കസ്റ്റമേഴ്സും ചിന്തിക്കാറില്ല. സോ വെക്കുന്ന പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഡൈവേർട്ടർ കൊണ്ടുവച്ചു, ഷവർ കൊണ്ടുവച്ചു, പക്ഷേ എല്ലാ വർക്കും കഴിഞ്ഞ് ഫൈനലി ഉപയോഗിക്കാൻ തുടങ്ങുമ്പം ഡൈവേർട്ടറിനകത്ത് ഓപ്പൺ ചെയ്യുമ്പം സ്പൗട്ടിനകത്ത് പ്രഷർ ഇല്ല. അതായത് സ്പൗട്ടിനകത്ത് നിന്ന് ഒരു വിചാരിച്ച ഒരു പ്രഷറിൽ വെള്ളം വരുന്നില്ല. അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൈവേർട്ടറാണ്. ഇപ്പോൾ ഇതിനകത്ത് എല്ലാ ഡൈവേർട്ടേഴ്സിനകത്തും ഡൈവേർട്ടിങ് ചെയ്യുന്നത് ഒരു ബട്ടണാണ്. അപ്പോൾ സോ ഇതിനകത്ത് ഈ ഗ്രോഹയുടെ ഈ മോഡലിനകത്ത് നമുക്ക് ലോക്കിംഗ് മെക്കാനിസം അല്ല. എന്ന് വെച്ചാൽ ഈ ബട്ടൺ ഞാൻ പ്രസ് ചെയ്ത് ഇത് മേളിലോട്ടാക്കുമ്പോൾ സ്പൗട്ടിൽ നിന്ന് മാറി ഷവറിൽ നിന്ന് വെള്ളം വരേണ്ടതാണ്. പക്ഷേ ഞാൻ റിലീസ് ചെയ്യുമ്പോൾ ഇതിന് തിരിച്ചു വരിക. എന്ന് വെച്ചാൽ ഷവറിലോട്ട് വെള്ളം പോകുന്നതേ ഇല്ല. അല്ലെങ്കിൽ ഷവറിലെ വെള്ളത്തിൽ കുളിക്കണമെങ്കിൽ ഈ ബട്ടൺ ഞെക്കി പിടിച്ചുകൊണ്ട് വേണം കുളിക്കാൻ. ഓൺ പ്രഷറിൽ ഇത് നിൽക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആവശ്യത്തിന് ഷവറിനകത്ത് പ്രഷർ വരുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ഒരു റെയിൻ ഷവർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു നല്ല ഫാസ്റ്റായിട്ട് വെള്ളം വന്ന് നല്ല ഒരു വാട്ടർഫോളിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യണമെങ്കിൽ ആ ഫീല് വരത്തില്ല, ലക്ഷങ്ങൾ ചിലവാക്കി കഴിഞ്ഞിട്ടും. സോ വെരി സാഡ് സിറ്റുവേഷൻ. ഒരുപാട് കസ്റ്റമേഴ്സ് എനിക്ക് തന്നെ അറിയാം മറ്റ് കടകളിൽ നിന്ന് ഡൈവേർട്ടറും ഷവറും മേടിച്ച്, പക്ഷേ ഉപയോഗിക്കാൻ തുടങ്ങുമ്പം ഡൈവേർട്ടർ പ്രഷർ ഹോൾഡ് ചെയ്യുന്നില്ല, ഡൈവേർട്ടറിലേക്ക് ആവശ്യത്തിന് പ്രഷർ വരുന്നില്ല, ഷവർ ഉപയോഗിക്കാനേ പറ്റുന്നില്ല. ഇതെല്ലാം ഇറിവേഴ്സിബിൾ പ്രോസസ്സസ് ആണ്. എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം ചെയ്തതിനകത്ത് എന്തെങ്കിലും ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റത്തില്ല. അത് മാറ്റണമെങ്കിൽ ഫുൾ ഭിത്തി പൊളിക്കണം, അല്ലെങ്കിൽ പ്ലംബിംഗ് ലൈൻസ് എല്ലാം കറക്റ്റ് ചെയ്യണം. അങ്ങനെ പല പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. സോ ഈ ഒരു ഇഷ്യൂനെയാണ് നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്. അതായത് നിങ്ങൾ മേടിച്ച ഡൈവേർട്ടർ, നിങ്ങൾ മേടിച്ച ഷവർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഫോർ യുവർ ഷവർ ആൻഡ് ഡൈവേർട്ടർ പ്രോബ്ലംസ്. വെൽക്കം ടു എബി ടൈൽസ് ആൻഡ് സാനിറ്ററി. വൺസ് അഗൈൻ ലെറ്റ്സ് ഗോ ടു ദി ഡ്രോയിങ് ബോർഡ്. അപ്പോൾ ഇന്ന് നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ബാത്റൂമിനകത്ത് വില കൂടിയ ഷവർ മേടിച്ചു വെച്ചു, റെയിൻ ഷവർ മേടിച്ചു വെച്ചു, പക്ഷേ അത് വർക്ക് ചെയ്യുന്നില്ല. രണ്ടാമത്, വില കൂടിയ ഡൈവേർട്ടർ മേടിച്ചു വെച്ചു, പക്ഷേ ഡൈവേർട്ടറിനകത്ത് നിന്ന് ആവശ്യത്തിന് പ്രഷറിൽ വെള്ളം വരുന്നില്ല. അല്ലെങ്കിൽ ഡൈവേർഷൻ പ്രോസസ് പ്രഷറിൽ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഓട്ടോമാറ്റിക് ഡൈവേർഷനകത്ത് ലോക്കിംഗ് മെക്കാനിസം ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നില്ല. ഇനി മൂന്നാമത്തെ പ്രശ്നം നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത്, ഡൈവേർട്ടർ വെച്ചു, നല്ല റെയിൻ ഷവറും വെച്ചു, പക്ഷേ രാവിലെ തണുപ്പുള്ള സമയത്ത് എണീറ്റപ്പം ഇതിനകത്തുനിന്ന് ചൂടുവെള്ളത്തിൽ ഷവർ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ചൂടുവെള്ളത്തിൽ കുളിക്കണമെങ്കിൽ ബക്കറ്റിൽ വെള്ളം പിടിച്ചേ പറ്റത്തുള്ളൂ. അപ്പൊ എവിടാണ് തെറ്റിയത്? ഹീറ്ററും മേടിച്ച് വെച്ചിട്ടുണ്ട്, നല്ല റെയിൻ ഷവറും മേടിച്ച് വെച്ചിട്ടുണ്ട്, നല്ല ഡൈവേർട്ടറും മേടിച്ച് വെച്ചിട്ടുണ്ട്, ടാങ്ക് നിറച്ച് വെള്ളമുണ്ട്, പക്ഷേ ഷവറിൽ കൂടെ നമുക്ക് ഡൈവേർട്ടർ വഴി ചൂടുവെള്ളം തണുത്ത വെള്ളം ആവശ്യമുള്ള രീതിയിൽ മിക്സ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഈ 3 പ്രോബ്ലമാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാൻ പോകുന്നത്. 3ന്റെയും സൊല്യൂഷൻ ഒന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സൊല്യൂഷന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കേണ്ട എക്യുപ്മെന്റ് ഒന്ന് തന്നെയാണ്. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ദാറ്റ് ഈസ് ദി യൂസ് ഓഫ് പ്രഷർ പമ്പ്സ് ഇൻ പ്ലംബിംഗ് ലൈൻസ് ഫോർ അവർ ഹോംസ്. പ്രഷർ പമ്പിന്റെ ഉപയോഗം നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പ്ലംബിംഗ് ലൈൻസിനകത്ത് പ്രഷർ പമ്പിന്റെ ഉപയോഗം എന്താണ് നമ്മൾ ഇന്ന് അറിയാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. സോ നമ്മുടെ ആദ്യം നമ്മൾ ഒരു ടാങ്ക് വരയ്ക്കാം. സോ ഇതാണ് നമ്മുടെ വീട്ടിലെ വാട്ടർ ടാങ്ക്. ഇതായിരിക്കും എപ്പോഴും ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നത്. അതിന്റെ തൊട്ട് താഴെ ആയിരിക്കും നമുക്ക് പ്രഷർ പമ്പ്. സോ പ്രഷർ പമ്പിനെ ഞാൻ ഇവിടെ PP ആയിട്ട് കാണിക്കാം. സോ ടാങ്കിൽ നിന്ന് പ്രഷർ പമ്പ്. ഇനി പ്രഷർ പമ്പ് കഴിഞ്ഞിട്ടാണ് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സപ്പോസ് 2 ബാത്റൂം ഉണ്ടെന്ന് വെച്ചോ. സോ വി ഹാവ് ലൈക്ക് ബാത്ത് 1 ആൻഡ് ബാത്ത് 2. സോ ടാങ്കിൽ നിന്ന് ഒരു ലൈൻ പ്രഷർ പമ്പിലോട്ട് പോകുന്നു, പ്രഷർ പമ്പിൽ നിന്ന് ലൈൻ ബാത്റൂംസിലേക്ക് പോകുന്നു. സോ ഇതാണ് വളരെ ബേസിക് ആയിട്ടുള്ള ഡ്രോയിങ് നിങ്ങളെ മനസ്സിലാക്കാൻ. ഈ പ്രഷർ പമ്പ് ഈ പ്ലംബിംഗ് ലൈനിൽ എവിടെ വരുന്നതെന്ന്. സോ നോർമലി ഒരു വീട്ടിൽ നമ്മൾ പ്രഷർ പമ്പ് ഇല്ലാത്ത ഒരു വീടാണെങ്കിൽ ഇത് ഈ ടാങ്കിൽ നിന്ന് ഈ പ്രഷർ പമ്പിലേക്ക് ഈ കണക്ഷൻ പോകാതെ ഈ ലൈൻ നേരിട്ട് ബാത്റൂമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടാങ്കിൽ എത്ര പ്രഷർ ഉണ്ടോ ആ പ്രഷർ പിന്നെ ഈ ബാത്റൂംസ് വീടിന്റെ ഏത് ഫ്ലോറിലാണോ അതിനനുസരിച്ച് ഗ്രൗണ്ട് ഫ്ലോർ ആണെങ്കിൽ കൂടുതൽ പ്രഷറിൽ വെള്ളം വരും, ഫസ്റ്റ് ഫ്ലോറിൽ കുറച്ച് പ്രഷറിൽ വെള്ളം വരും. സോ ആ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ടാങ്കിന്റെ പ്രഷറിന് നമുക്ക് നല്ല രീതിയിൽ ഒരു റെയിൻ ഷവറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒരു ഓട്ടോമാറ്റിക് ഡൈവേർട്ടറോ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് 3 ബാർ പ്രഷർ വേണം. അതായത് ബാത്റൂം ഇനി നിങ്ങളുടെ ഗ്രൗണ്ട് ഫ്ലോറിലാണെങ്കിലും ഫസ്റ്റ് ഫ്ലോറിലാണെങ്കിലും സെക്കൻഡ് ഫ്ലോറിലാണെങ്കിലും എവിടെ ആയാലും ടാപ്പ് തുറന്ന 3 ബാർ പ്രഷറിലാണ് വെള്ളം വരുന്നതെങ്കിൽ മാത്രമേ നിങ്ങളുടെ ഡൈവേർട്ടേഴ്സും നിങ്ങളുടെ റെയിൻ ഷവേഴ്സും പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഈ 3 ബാർ പ്രഷർ എന്തുവാ എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. 3 ബാർ പ്രഷറിന് ടെക്നിക്കലി ഞാൻ പറഞ്ഞു തരുന്നില്ല, പക്ഷേ ഞാൻ ജനറൽ ഒരു തമ്പ് റൂൾ പറയാം. വീടിന്റെ ഓരോ നിലയും
1 ബാർ പ്രഷറാണ്. വിച്ച് മീൻസ് നിങ്ങളുടെ വീട് 3 നില കെട്ടിടമാണെങ്കിൽ 3ാമത്തെ നിലയുടെ മേളിൽ ടാങ്ക് വെച്ചാൽ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കിട്ടുന്ന പ്രഷറാണ് 3 ബാർ പ്രഷർ. അപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് ഫ്ലോർ, അതായത് 2ാം നിലയിൽ കിട്ടുന്ന പ്രഷർ 2 ബാർ പ്രഷർ ആയിരിക്കും. നിങ്ങളുടെ 3ാമത്തെ നിലയിൽ അല്ലെങ്കിൽ സെക്കൻഡ് ഫ്ലോറിൽ കിട്ടുന്ന പ്രഷർ 1 ബാർ പ്രഷർ ആയിരിക്കും. സോ അത് മനസ്സിലായി കാണും. 3 ബാർ പ്രഷർ എന്ന് പറഞ്ഞാൽ 3 നില കെട്ടിടത്തിന്റെ ഹൈറ്റിൽ നിന്ന് വെള്ളം വന്ന നോർമൽ പ്ലംബിംഗ് ലൈൻസിൽ കൂടെ വന്ന അത് എന്ത് പ്രഷറിൽ വരുമോ അതാണ് 3 ബാർ പ്രഷർ. അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ വീട്ടിൽ. നമ്മുടെ റെയിൻ ഷവേഴ്സും നമ്മുടെ ഡൈവേർട്ടേഴ്സും ഒരു പ്രഷർ പമ്പിന്റെ സഹായം ഇല്ലാതെ വർക്ക് ചെയ്യണമെങ്കിൽ. പക്ഷെ നമുക്കറിയാം അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള പ്ലംബേഴ്സും കോൺട്രാക്ടേഴ്സും അവരെല്ലാം ഈ ഒരു ടെക്നോളജി ഇത്രയും പെട്ടെന്ന് വളർന്നതും ഈ വിഷ്വൽ സൊഫിസ്റ്റിക്കേഷൻ എസ്പെഷ്യലി കോവിഡ് കഴിഞ്ഞ് പേഴ്സണൽ സ്പേസസിൽ വന്ന ഒരു ലക്ഷൂറിയസ് ലിവിങ്ങിന്റെ ഒരു ഇൻഫിൽട്രേഷൻ, അതായത് കോവിഡ് കഴിഞ്ഞ് പെട്ടെന്ന് എല്ലാവരും അവരവരുടെ ഓൺ സ്പേസസിനെ കുറിച്ച് കുറച്ച് കൂടുതൽ കോൺഷ്യസ് ആയി, ഇന്റീരിയേഴ്സിൽ കുറച്ചുകൂടെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി, ഇന്റീരിയേഴ്സിൽ കുറച്ചുകൂടെ ചെലവഴിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ബാത്റൂംസിൽ പെട്ടെന്ന് എല്ലാവർക്കും ഇത്രയും ശ്രദ്ധ കോവിഡ് കഴിഞ്ഞ് വന്നത്. ഇതൊരു ടൈൽ ഷോറൂമിന്റെ സെയിൽസ്മാൻ എന്ന നിലയിൽ ഞാൻ കണ്ട എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. പലർക്കും പല അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ദിസ് ഈസ് ജനറലി വാട്ട് ഐ ഹാവ് സീൻ സിൻസ് 2020. സോ അന്ന് ടോപ്പിക് ഇന്നത്തെ അതല്ല. സോ ടാങ്കിൽ നിന്ന് പ്രഷർ പമ്പിൽ നിന്ന് ബാത്റൂം. പ്രഷർ പമ്പ് ഇല്ലാതെ ആയിരുന്നു നമ്മൾ ഇത്രയും നാൾ ഇത് വർക്ക് ചെയ്യിച്ചുകൊണ്ടിരുന്നത്. ഷവർ എന്ന് പറയുന്നത് വെറും ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നു ബാത്റൂമിനകത്ത്. ശരിക്കും ഷവർ വെച്ച് അങ്ങനെ കൂടുതൽ ജനങ്ങൾ അങ്ങനെ മാസസ് അങ്ങനെ ഷവേഴ്സ് ഉപയോഗിക്കാറില്ലായിരുന്നു. പക്ഷേ ഇപ്പം ഷവറിന്റെ ആവശ്യം കൂടി വരുവാണ്, ഷവറിന്റെ ഉപയോഗം കൂടി വരുവാണ്. സോ പണ്ടത്തെ കോൺട്രാക്ടേഴ്സ് അല്ല, പണ്ടത്തെ പ്ലംബേഴ്സ് അല്ല, റെഗുലർ പ്ലംബിംഗ് ചെയ്യുമ്പം ആരും ഈ പ്രഷർ പമ്പിനെ കുറിച്ച് ചിന്തിക്കാറില്ല, ഷവറിനെ കുറിച്ചും ചിന്തിക്കാറില്ല. പക്ഷേ നമ്മൾ താമസം തുടങ്ങി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ എന്ത് എക്സ്പീരിയൻസ് ഉദ്ദേശിച്ചാണോ ഇതൊക്കെ മേടിച്ച് ആ എക്സ്പീരിയൻസ് നമുക്ക് ഷവറിൽ നിന്നും ഡൈവേർട്ടേഴ്സിൽ നിന്നും കിട്ടുന്നില്ല. സോ അതിനുള്ള ഒരു സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ അതിനുള്ള നമുക്ക് വേണ്ട ഒരു എക്യുപ്മെന്റ് ആണ് ഈ പ്രഷർ പമ്പ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. സോ പ്രഷർ പമ്പിന്റെ ടെക്നിക്കൽ വർക്കിംഗിലേക്ക് നമ്മൾ ഇന്ന് പോകുന്നില്ല. പ്രഷർ പമ്പിന്റെ ജനറൽ റോൾ എന്താണെന്ന് വെച്ചാൽ ടാങ്കിൽ നിന്ന് വരുന്ന വെള്ളത്തിന് മുമ്പോട്ട് ഒരു പർട്ടിക്കുലർ പ്രഷർ, ഒരു നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു പ്രഷറിൽ മുമ്പോട്ട് കൊടുക്കുക. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ ടാങ്കിലെ വെള്ളം തീരുന്നിടം വരെ ഈ പ്രഷർ പമ്പിൽ നിന്ന് പുറത്തോട്ട് പോകുന്ന എല്ലാം ഒരു നോർമൽ പോകുന്നതിനെക്കാട്ടിലും കൂടിയ ഒരു പ്രഷറിൽ ഇതിനെ വെള്ളത്തിനെ പുറമോട്ട് തള്ളുക എന്നുള്ള ഒരു ഡ്യൂട്ടിയാണ് പ്രഷർ പമ്പിന്. അത്യാവശ്യം ഇലക്ട്രിക് കൺസംഷൻ ഉണ്ട്, പക്ഷേ വർത്ത് പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പ്രഷർ പമ്പ് ഡെഫിനറ്റ്ലി മേടിക്കണം. ഇനി പ്രഷർ പമ്പിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു കാര്യം കൂടെ പറയാം. മാർക്കറ്റിലെ ലീഡർ പ്രഷർ പമ്പിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു സ്വീഡൻ ബേസ്ഡ് ഗ്രൺഫോസ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല പമ്പ് നിർമ്മാതാക്കളാണ്. അപ്പം നിങ്ങൾ പ്രഷർ പമ്പ് മേടിക്കുന്നുണ്ടെങ്കിൽ, പ്രഷർ പമ്പ് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഗ്രൺഫോസ് തന്നെ മേടിക്കണം. ബട്ട് അതർവൈസ് അതിന്റെ പകുതി വിലയ്ക്കോ അല്ലെങ്കിൽ അതിനെക്കാട്ടിലും 20-30% താഴെ ഇഷ്ടംപോലെ പമ്പ്സ്, ഇന്ത്യൻ മെയ്ഡ് പമ്പ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതും ഉപയോഗിക്കാവുന്നതാണ്. സോ ടാങ്ക്, പ്രഷർ പമ്പ് ആൻഡ് ബാത്റൂം ആൻഡ് ദേർ യു ഹാവ് ഇറ്റ്. നിങ്ങളുടെ ഈ ഷവറിന്റെ പ്രോബ്ലം, നിങ്ങളുടെ ഡൈവേർട്ടേഴ്സിന്റെ പ്രശ്നം എല്ലാം മാറി നിങ്ങളുടെ ലൈനിൽ പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ. ഇനി ഇത് കഴിഞ്ഞ് 3ാമത്തെ പ്രോബ്ലം ഞാൻ പറഞ്ഞായിരുന്നു, നമുക്ക് ചൂടുവെള്ളവും തണുത്ത വെള്ളവും പ്രോപ്പറായിട്ട് ബാത്റൂമിൽ മിക്സായി വരുന്നില്ല. സോ ആ കേസാണ് നമ്മൾ ഇനി ഡീറ്റെയിലിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ കേരള സംസ്ഥാനത്തിലാണ് താമസിക്കുന്നത്. കേരള സംസ്ഥാനം എങ്ങനായാലും ഒരു വർഷം 6 മാസം നമുക്ക് മഴ ഒറ്റപ്പെട്ടായാലും അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയാലും ഒരു 6 മാസം മഴ പെയ്യുന്ന കാലാവസ്ഥയാണ്. ഇനി ഏത് കാലാവസ്ഥയാണെങ്കിലും നമ്മൾ ബേസിക്കലി ട്രോപ്പിക്കൽ ഫോറസ്റ്റിന്റെ ഏരിയ ആണ് നമ്മുടെ കേരള. ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. സോ വിച്ച് മീൻസ് ഏത് ക്ലൈമറ്റ് ആയാലും രാവിലെ മഞ്ഞ് കാണും. സോ വിച്ച് മീൻസ് ദ മോർണിംഗ്സ് ആർ റിയലി കോൾഡ് ഇൻ കേരള, എനിവെയർ ഇൻ കേരള. അവിടാണ് നമുക്ക് ഈ 3ാമത്തെ പ്രശ്നം നമ്മൾ പറയുന്നത്, ചൂടുവെള്ളത്തിന്റെ ആവശ്യം നമുക്ക് കേരളത്തിൽ വരുന്നത്. അപ്പം കേരളൈറ്റ്സ് നമുക്കറിയാം, ഇപ്പൊ സ്കൂൾ പിള്ളേരാണെങ്കിൽ അവർക്ക് 7-8 മണിക്ക് ബസ് വരും. അപ്പോൾ ഒരു 5-6 മണിക്ക് എണീക്കണം. 6 മണി സമയത്ത് തണുത്ത വെള്ളത്തിൽ ഒരു പക്ഷേ പിള്ളേർ കുളിക്കാൻ പറ്റത്തില്ല. പ്രായമായവർ അല്ലെങ്കിൽ അഡ്വാൻസ് ഏജിൽ നിൽക്കുന്നവർ ഓഫീസിൽ പോകണം, അവർക്ക് ചൂടുവെള്ളത്തിൽ കുളിക്കണം. അല്ല പ്രായമായവരുണ്ട്, അവർക്ക് രാവിലെ ചൂടുവെള്ളം വേണം. സോ ഈ ചൂടുവെള്ളത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ ചൂടുവെള്ളത്തിന്റെ അവൈലബിലിറ്റി നമ്മുടെ നോസലിൽ, നമ്മുടെ ടാപ്പിന്റെ അറ്റത്ത് നമുക്ക് എപ്പോഴും ആവശ്യത്തിനുള്ള തണുത്ത വെള്ളവും ചൂടുവെള്ളവും നിൽക്കാന്ന് പറഞ്ഞാൽ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലക്ഷറിയാണ് ഒരു വീടിനകത്ത്. അതും വലിയ എഫേർട്ട് ഇല്ലാതെ. രാവിലെ ഇത് തിളപ്പിക്കണം അല്ലെങ്കിൽ ഹീറ്റർ വെച്ച് ചൂടാക്കണം, അങ്ങനല്ല. നമുക്ക് വെള്ളം കിട്ടുക എന്ന, ചൂടുവെള്ളം റെഡി ആയിട്ട് നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഇരിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു ലക്ഷറിയാണ്. പക്ഷേ അതിനേക്കാട്ടിലും വലിയ ലക്ഷറിയാണ് നമുക്ക് ഈ ചൂടുവെള്ളം നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചറിൽ നമുക്ക് ഷവറിൽ കൂടെ വരുന്നത്. സോ ഷവറിൽ കൂടെ വരുന്ന ചൂടുവെള്ളം 24 hours ഫോർ യുവർ റിക്വയർഡ് ടെമ്പറേച്ചർ. ദാറ്റ്സ് ദ ബിഗസ്റ്റ് ലക്ഷറി ഇൻ മൈ ഒപ്പീനിയൻ വിച്ച് യു ഷുഡ് എയിം ഫോർ വെൻ യു ആർ ബിൽഡിംഗ് എ ഹോം. നിങ്ങൾ വീട് വെക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ പല ലക്ഷറീസ് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും. ഹോം തിയേറ്റർ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കും, ബെഡ്റൂംസ്, വലിയ ബാത്റൂംസ്, ഈ ക്ലോസറ്റ്, ആ ക്ലോസറ്റ്, വാഷ് ബേസിൻ, ടൈൽസ്, ഇറ്റാലിയൻ മാർബിൾ. പക്ഷേ
ഞാൻ പറയുന്നത് മലയാളിയാണ് കേരളത്തിലെ വീട് വെക്കുന്നതെങ്കിൽ നിങ്ങൾ എയിം ചെയ്യേണ്ട ഏറ്റവും വലിയ ലക്ഷറി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ പ്രഷറിൽ ഷവറിൽ വെള്ളം വരിക, ആ വെള്ളത്തിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റണം. സോ ദാറ്റ് ഈസ് ദ ബിഗസ്റ്റ് ലക്ഷറി ഇൻ മൈ ഒപ്പീനിയൻ. സോ നമുക്ക് എങ്ങനെയാണ് പ്രഷർ പമ്പ് വെക്കുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ആവുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടാങ്കിൽ നിന്ന് പ്രഷർ പമ്പിലേക്ക് വെള്ളം പോകുന്നു. ഓക്കെ, ഇതേപോലെ ടാങ്കിൽ നിന്നല്ല നമ്മൾ ഡയറക്റ്റ് നമ്മൾ ഹീറ്റർ കൊടുക്കാൻ പോകുന്നത്. സോ ഇവിടെ ഞാൻ കൺസിഡർ ചെയ്യുന്നത് സെൻട്രലൈസ്ഡ് ഹീറ്റിംഗ് ആണ്. അതായത് ഓരോ ബാത്റൂമിനകത്തും 10 ലിറ്ററിന്റെ 2 ടാങ്ക് വെക്കാതെ നമ്മൾ ടെറസിൽ തന്നെ 50 ലിറ്റേഴ്സിന്റെ ഒരു ടാങ്ക് ഇങ്ങനെ വെക്കുവാണെങ്കിൽ അതാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ അങ്ങനെ വരുമ്പോൾ ഈ പ്രഷർ പമ്പിന്റെ ഒരു ലൈൻ പ്രഷർ പമ്പിൽ നിന്ന് ടാങ്കിലേക്കും പോകും. എന്നിട്ട് ഈ ടാങ്കിൽ നിന്ന് വീണ്ടും ഒരു ഔട്ട്ലെറ്റ് വരും. ഇപ്പം ഇത് ഔട്ട്ലെറ്റ് ആണ്, ഇത് ഇൻലെറ്റ് ആയി. ഇനി ഔട്ട്ലെറ്റ് ഒരെണ്ണം വന്ന് ഈ ഔട്ട്ലെറ്റ് സെപ്പറേറ്റ് ഒരു ലൈനായിട്ട്, ചൂടുവെള്ളത്തിന്റെ ഒരു ലൈനായിട്ട് നമുക്കിവിടെ കാണാം. തണുത്ത വെള്ളത്തിന്റെ ലൈൻ ആദ്യം വന്നു, അതിന്റെ പുറകിൽ ചൂടുവെള്ളത്തിന്റെ ഒരു സെപ്പറേറ്റ് ലൈൻ വന്നു. പക്ഷേ ഈ 2 ലൈൻ വന്നപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ 2 ലൈനും പ്രഷറൈസ്ഡ് ആണ്. അതായത് ചൂടുവെള്ളവും 3 ബാർ പ്രഷറിലാണ് വരുന്നത്, തണുത്ത വെള്ളവും ടാങ്കിൽ നിന്ന് വരുന്നത് 3 ബാർ പ്രഷറിലാണ് വരുന്നത്. തണുത്ത വെള്ളത്തിന് പ്രത്യേകിച്ച് നമുക്ക് റിസർവയർ ഒന്നും വേണ്ട, തണുപ്പിക്കേണ്ട, കാരണം ഓൾറെഡി കാലാവസ്ഥ തണുത്തയാണ്. അപ്പം ടാങ്കിനകത്തുനിന്ന് വരുന്ന വെള്ളം മതി തണുത്ത വെള്ളത്തിന്. പക്ഷേ ചൂടുവെള്ളത്തിന് ഒരു പ്രോസസ്സ് ഉണ്ട്, അത് ചൂടാക്കണം. സോ അതൊരു കണ്ടെയ്നറിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടെയ്നറിനെ പ്രഷറൈസ് ചെയ്ത് നിർത്തിയേ പറ്റത്തുള്ളൂ. സോ ഇതൊക്കെ ടെക്നിക്കൽ കാര്യമാണ്, ഇത് അങ്ങനെ അറിയേണ്ട കാര്യമില്ല. സോ ടാങ്ക്, പ്രഷർ പമ്പ്, ബാത്ത്, നൗ ടാങ്ക്, പ്രഷർ പമ്പ് ആൻഡ് ഹോട്ട് വാട്ടർ ടാങ്ക്, ബാക്ക് ടു ഡൈവേർട്ടേഴ്സ്. അപ്പം ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഡൈവേർട്ടേഴ്സിനകത്തു നിന്ന്, ഇപ്പം നമ്മൾ ഒരു വലിയ ഹോട്ടലിൽ എവിടെയെങ്കിലും പോയി അല്ലെങ്കിൽ കൺസൾട്ടൻസ് ചെയ്ത വീടൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവിടെ അങ്ങനെ ഒരു കുളിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, ഡൈവേർട്ടർ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചാൽ ചൂടുവെള്ളം, അങ്ങോട്ട് തിരിച്ചാൽ തണുത്ത വെള്ളം. അതേപോലെ അതിന്റെ ഇന്റർമീഡിയറ്റ് പോയിന്റ്സിൽ നമുക്ക് എത്ര ലിവർ മൂവ് ചെയ്യുന്നോ അതിനനുസരിച്ച് ഈ ചൂടും തണുപ്പിന്റെ അനുപാതം കറക്റ്റായിട്ട് അവിടെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മുടെ ദേഹത്ത് ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരിക്കും. സോ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഓൺലി തിങ് വി നീഡ് ഈസ് ദാറ്റ് ഒരു സെൻട്രലൈസ്ഡ് ടാങ്ക് വേണം. നമുക്കിത് ഇൻഡിപെൻഡന്റ് ടാങ്ക്സ്, 2 ബാത്റൂമിൽ 10 ലിറ്ററിന്റെ 2 ടാങ്ക് വെച്ചാൽ ഇത് ഈ ഒരു എഫക്ട് ക്രിയേറ്റ് ചെയ്യാൻ പാടാം. നിങ്ങളുടെ വീട്ടിൽ 2 ബാത്റൂം ഉണ്ടോ, 3 ബാത്റൂം ഉണ്ടോ, 4 ബാത്റൂം ഉണ്ടോ, അതിന്റെ കമ്പൈൻഡ് വാട്ടർ കപ്പാസിറ്റി നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അതിന്റെ ഒരു സിംഗിൾ ടാങ്ക് നിങ്ങൾ ടെറസിൽ തന്നെ പ്രഷർ പമ്പിന്റെ അടുത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തണുത്ത വെള്ളവും ചൂടുവെള്ളവും രണ്ടും നിങ്ങൾക്ക് പ്രഷറൈസ്ഡ് ഫോമിൽ ഡൈവേർട്ടറിൽ വരും. ഡൈവേർട്ടറിൽ നിന്ന് അത് കറക്റ്റ് മിക്സിംഗിൽ നിങ്ങൾക്ക് ഷവറിൽ വരും. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു എക്സ്പീരിയൻസ് അച്ചീവ് ചെയ്യാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രഷർ പമ്പിന്റെ ഇമ്പോർട്ടൻസ് എന്തുവാണ്. നിങ്ങൾ മേടിച്ച കാശ് കൊടുത്ത് മേടിച്ച ഷവറും നിങ്ങളുടെ ഡൈവേർട്ടേഴ്സും ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നതിൽ പ്രഷർ പമ്പിന്റെ ഉപയോഗം എന്തുവാണ്. പക്ഷേ പ്രഷർ പമ്പിനെ ഞാൻ ഇത്രയും പ്രൊമോട്ട് ചെയ്തപ്പോഴും ഇനി പ്രഷർ പമ്പിന്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ ഞാൻ പറഞ്ഞു തരണം. പ്രഷർ പമ്പിന്റെ മേജർ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ അതിന്റെ കോസ്റ്റ് ആണ്, ഒരു വലിയൊരു കോസ്റ്റ് ആവും. സെക്കൻഡ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രഷർ പമ്പിന് നല്ലൊരു ഇത് മോട്ടോർ റൺ ചെയ്യുന്ന ഒരു ഇലക്ട്രിസിറ്റി ചാർജസ് ഡെഫിനറ്റ്ലി അത് ആഡപ്പ് ആവും. പക്ഷേ അത് അത്രയും വലിയൊരു ചാർജ് അല്ലെങ്കിലും ചാർജ് ഡെഫിനറ്റ്ലി ഉണ്ട്. കാരണം നമുക്കറിയാം 1 HP മോട്ടോർ റൺ ചെയ്താൽ എത്ര ചാർജ് വരും നമുക്കറിയാം. പക്ഷെ നമ്മൾ ആവശ്യമുള്ളപ്പോൾ മാത്രമേ അത് റൺ ചെയ്യത്തുള്ളൂ, ഫുൾ ടൈം റൺ ചെയ്ത് നിൽക്കത്തില്ല. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പ്രഷർ പമ്പിന്റെ മൂന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് അതിന്റെ പ്രഷർ തന്നെയാണ്. സോ വിച്ച് മീൻസ് നമ്മൾ പ്രഷർ പമ്പ് വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്ലംബറിന് ഒരു ഗൈഡ് ലൈൻ കൊടുത്തില്ലെങ്കിൽ എന്തോ പറ്റുന്ന വെച്ചാൽ പ്ലംബേഴ്സ് വീടിന്റെ എല്ലാ പോയിന്റിലും ഈ പ്രഷർ എത്തിക്കും. സോ വിച്ച് മീൻസ് വീടിന്റെ എവിടെ നിങ്ങൾ ടാപ്പ് ഓപ്പൺ ചെയ്താലും ആ പ്രഷറിന് അത് ഈ പ്രഷർ പമ്പിനെ ആക്ടിവേറ്റ് ചെയ്യിക്കും. ഇപ്പൊ ശരിക്കും നമുക്ക് പലയിടങ്ങളിലും നമുക്ക് പ്രഷറിന്റെ ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നമുക്ക് വാഷ് ബേസിനകത്ത് നമുക്ക് പ്രഷറിന്റെ ആവശ്യമില്ല, നമുക്ക് കിച്ചണിനകത്ത് നമുക്ക് പ്രഷറിന്റെ ആവശ്യമില്ല, നമുക്ക് വേറെ ഇപ്പൊ ഗാർഡൻ ഹോസ് ആണെങ്കിൽ അവിടെ നമ്മൾ പ്രഷർ പമ്പ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സോ വീട്ടിൽ ശരിക്കും പ്രഷറിന്റെ ആവശ്യം അല്ലെങ്കിൽ പ്രഷറൈസ്ഡ് വെള്ളത്തിന്റെ ആവശ്യം നമുക്ക് ഒരിടത്ത് മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ ഡൈവേർട്ടേഴ്സ് ആണ്. സോ ഡൈവേർട്ടറിൽ പ്രഷർ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഷവറിലോട്ട് പ്രഷർ വരും, ടാപ്പിനകത്തോട്ട് പ്രഷർ വരും. ദാറ്റ് ഈസ് ദ ഓൺലി പ്ലേസ് വെർ വി നീഡ് പ്രഷർ. സോ നമ്മൾ പ്രഷർ പമ്പ് വെച്ച് വീട് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡെഫിനറ്റ്ലി പ്ലംബറിന്റെ അടുത്തും കൺസൾട്ടന്റിന്റെ അടുത്തും പറയണം ദാറ്റ് ഞങ്ങൾക്ക് പ്രഷറൈസ്ഡ് ലൈൻ ഞങ്ങളുടെ ഡൈവേർട്ടേഴ്സിലേക്ക് മാത്രം മതി. എസ്പെഷ്യലി പ്രഷർ പമ്പിനകത്ത് ഫുൾ ടൈം പ്രഷർ വന്ന് നിന്ന് ആദ്യം കേടാവുന്ന സാധനങ്ങൾ നമ്മുടെ ആംഗിൾ വാൽവ്സ് ആണ്. സോ ആംഗിൾ വാൽവ്സ് എന്തുവെന്ന് പറഞ്ഞാൽ ഈ ടാങ്കിനകത്ത്, ഈ ക്ലോസറ്റിന്റെ ഈ ടാങ്കിനകത്ത് വെള്ളം നിറയാനുള്ള ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്. ആ പോയിന്റ് ആംഗിൾ വാൽവിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആംഗിൾ വാൽവിൽ എപ്പോഴും പ്രഷർ ഇങ്ങനെ നിന്ന ആംഗിൾ വാൽവും കേടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ ഇതിന്റെ വാൽവ്, അതായത് ഇതിനകത്ത് വെള്ളം സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു വാൽവ് ഉണ്ട്, ഇൻലെറ്റ് വാട്ടർ, അതും കേടാവാൻ ചാൻസ് ഉണ്ട്. സോ പ്രഷർ
എപ്പോഴും പ്രഷറൈസ്ഡ് ആയി നിൽക്കുന്ന പോയിന്റ്സിൽ നമ്മൾ ഉപയോഗിക്കേണ്ട മെറ്റീരിയൽസ് ഭയങ്കര ഹൈ ക്വാളിറ്റിയാണ്. സോ ആ റിസ്ക് എടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഡൈവേർട്ടേഴ്സ് ഇത് ഏത് കമ്പനിയുടെ ആണെങ്കിലും ഡൈവേർട്ടേഴ്സ് പൊതുവെ നല്ല ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഡൈവേർട്ടേഴ്സ് പൊതുവെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ്. ഡൈവേർട്ടേഴ്സ് അങ്ങനെ കേടാവത്തില്ല. സോ വി ഷുഡ് ലിമിറ്റ് അവർ പ്രഷർ പോയിന്റ്സ് ടു ദി ഡൈവേർട്ടേഴ്സ് അലോൺ. ഇത് എൻ്റെ ഒപ്പീനിയൻ മാത്രമാണ്, ഞാൻ ഇത് ജനറൽ ആയിട്ടൊരു ഒപ്പീനിയൻ തരുമല്ല. സോ വീട്ടിനകത്ത് പ്രഷർ പമ്പിനകത്തു നിന്ന് വരുന്ന കണക്ഷൻസ് നിങ്ങൾ 2 ഡൈവേർട്ടേഴ്സ്, നിങ്ങൾ എത്ര ബാത്റൂം ഉണ്ടോ അതിൽ ആ ബാത്റൂംസിനെ ഡൈവേർട്ടേഴ്സിലേക്ക് മാത്രം കൊണ്ടുവരിക. ചൂടുവെള്ളത്തിന്റെ ലൈനും നിങ്ങൾ അതേപോലെ ആ ഡൈവേർട്ടേഴ്സിലേക്ക് മാത്രം കൊണ്ടുവരിക. ഈ ഒരു ബാത്ത് എക്സ്പീരിയൻസ് മാത്രം നിങ്ങൾ പ്രഷറൈസ്ഡ് ആക്കി നിർത്തിയാൽ മതി. നിങ്ങളുടെ വീട് നിങ്ങൾ വിചാരിച്ച പോലെ തന്നെ ആ ഒരു ലക്ഷറി സ്പേസ് ആയി മാറും, എസ്പെഷ്യലി ഇൻ ദ സെൻസ് ഓഫ് ബാത്തിങ് എക്സ്പീരിയൻസ്. സോ ഐ ഹോപ്പ് ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. ഈ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഐ എം റിയലി സോറി. നിങ്ങൾ കമന്റിനകത്ത് ഡൗട്ട് വന്ന പോർഷൻസ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു തന്നാൽ ഞാൻ വീണ്ടും ഈ വീഡിയോ റിവൈസ് ചെയ്യാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ അത് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ ചെയ്യാം. ബട്ട് ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. വീട് വെക്കുന്നവർ, കാരണം ഇത് വിൽക്കുന്നവർ ഇത് ഒരിക്കലും പറഞ്ഞു തരത്തില്ല. കാരണം കസ്റ്റമർ എന്നെ കൂടുതൽ പ്രഷർ പമ്പ് എടുക്കാൻ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ കസ്റ്റമർ കട മാറി വേറെ കടയിൽ നിന്ന് ഡൈവേർട്ടർ മാത്രം മേടിച്ചുകൊണ്ട് പോകും. അങ്ങനെ പേടിച്ചുകൊണ്ടാണ് പല കസ്റ്റമേഴ്സ്, പല സെയിൽസ്മാൻമാരും ഇത് പറഞ്ഞു കൊടുക്കാത്തത്. റെയിൻ ഷവറും ഡൈവേർട്ടേഴ്സും വിൽക്കുമ്പം നിർബന്ധമായിട്ടും എപ്പോഴും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കണം. പ്രഷർ പമ്പ് വെച്ചാലേ ഇതിൻ്റെ ഒപ്റ്റിമം പെർഫോമൻസ് കിട്ടത്തുള്ളൂ. പ്രഷർ പമ്പ് വെക്കുമ്പം അതെങ്ങനെ വെക്കണം എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. സോ ഐ ഹോപ്പ് ദിസ് വിൽ ഹെൽപ്പ് യു make your decision safe and sound. So thank you for watching. Subscribe ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്സ് ആൻഡ് ഷെയർസ് ഡെഫിനറ്റ്ലി ചെയ്യണം. കമൻസിന് ഞങ്ങൾ കാത്തിരിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.